വെൽക്കം ബാക്ക് ടു ജെയിം അക്കാഡമി. ഇന്നത്തെ എംഗ്ലെക് സാറിന്റെ വീഡിയോയിലും ഞാനൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ഏതാണെന്നും എന്തൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജീസ് എന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ദ നഴ്സ് ഇൻ എ പീഡിയാട്രിക് ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റി ഹാസ് റിസീവ്ഡ് telephone messages from parents of clients who were previously seen at the facility. So ഒരു പീഡിയാട്രിക് ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റിയിലെ ഈ നേഴ്സിന് ടെലിഫോൺ മെസ്സേജസ് ലഭിച്ചിട്ടുണ്ട്. അത് നേരത്തെ ഈ ഫെസിലിറ്റിയിൽ വന്ന പേഷ്യൻറ്റിൽ നിന്നുള്ള ടെലിഫോൺ മെസ്സേജസ് ആണ്. സോ ദ നേഴ്സ് ഷുഡ് ഫേസ്റ്റ് ടെലിഫോൺ ദ പേരൻറ്റ് ഓഫ് എ ക്ലയൻറ്റ് ഹു ഹാസ്. സോ ഒരു പേഷ്യൻറ്റിൻ്റെ അതായത് പേരൻറ്റിനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. ഇതിൽ ഏത് പേരൻറ്റിനെയാണ് ഫസ്റ്റ് കോൺടാക്ട് ചെയ്യേണ്ടത്? പ്രയോറിറ്റി ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് മനസ്സിലാക്കാം. സോ ഇവിടെ അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ, ഫ്രാക്ചർ ഓഫ് ദ ടിബിയ, കൊളോസ്റ്റമി, ന്യൂമോണിയ, ഇതൊക്കെ എന്താണ്? കണ്ടീഷൻസ് ആണ് അല്ലേ. Now, insomnia, placed a crayon in the cast, skin irritation, pink and frothy sputum, ഇതൊക്കെ സിംറ്റംസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇഷ്യൂസ് ആണ്. ഓക്കെ, now ഇവിടെ നമ്മൾ ഒരു കണ്ടീഷനും അതുപോലെ തന്നെ സിംറ്റമോ ഇഷ്യൂയോ കംപ്ലയിൻറ്റോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ കണ്ടീഷനെ അല്ല, ഈ ഒരു സിംറ്റംസിനാണ്. ഓക്കെ, നൗ ഇൻസോംനിയ ആഫ്റ്റർ ടേക്കിംഗ് അമോക്സിസിലിൻ എന്നാണ്. അപ്പോൾ അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ കൊണ്ടുണ്ടായ പ്രോബ്ലം അല്ല, ഈ ഒരു ഡ്രഗിൻ്റെ ഒരു എഫക്റ്റ് ആണ്. അപ്പോൾ അതൊരു ഇഷ്യൂ ആണെന്ന് നമുക്കൊരു കംപ്ലയിൻ്റ് ആണെന്ന് നമുക്ക് പറയാം അല്ലേ. ഫ്രാക്ചർ ഓഫ് ദ ടിബിയ ആൻഡ് ഹാസ് പ്ലേസ്ഡ് എ ക്രയോൺ ഇൻ ദ കാസ്റ്റ്. സോ എപ്പോഴും ഓർക്കുക, നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ലാത്ത ലൈക്ക് ഇൻസ്ട്രക്ഷൻസ് മാത്രമാണ് ഒരു പേഷ്യൻറ്റിന് ആ ഒരു പ്രോബ്ലത്തിൽ വേണ്ടതെങ്കിൽ അത് നമ്മൾ ഒരിക്കലും പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് അവസാനത്തേന് മാറ്റിവെക്കാം. ഓക്കെ, സോ ട്രീറ്റ്മെൻറ്റ് വേണ്ട പേഷ്യൻറ്റിന് ഇമ്മീഡിയറ്റ്ലി ട്രീറ്റ്മെൻറ്റ് വേണ്ട സിറ്റുവേഷൻസ് വേണം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ. ഇവിടെ ക്രയോൺ ഇൻ ദ കാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. ക്രയോൺ ഇൻ ദ കാസ്റ്റ് പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്കൊരു എന്താ പറയുക, ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും ഇവിടെ. ഓക്കെ, അതുകൊണ്ട് നമുക്കിതിവിടെ ചൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നൗ കൊളോസ്റ്റമി ആൻഡ് സ്കിൻ ഇറിറ്റേഷൻ. നൗ സ്കിൻ ഇറിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ആണ്. യെസ്, നൗ പിങ്ക് ആൻഡ് ഫ്രോത്തി സ്പ്യൂട്ടം, ന്യൂമോണിയ ഉള്ളൊരു പേഷ്യൻറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം പൾമനറി എഡിമ ആണ് അല്ലേ, പൾമനറി എഡിമ. ഓക്കെ, നൗ അഗൈൻ നോക്കുക, നമുക്ക് 3 ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്: പൾമനറി എഡിമ, സ്കിൻ ഇറിറ്റേഷൻ ആൻഡ് ഇൻസോംനിയ. ഓക്കെ, സോ സ്കിൻ ഇറിറ്റേഷനെക്കാട്ടിലും ഇൻസോംനിയെക്കാട്ടിലും പ്രയോറിറ്റി കൊടുക്കേണ്ടത് റെസ്പിറേറ്ററി സിംറ്റമായ ഈ ഒരു പൾമനറി എഡിമയാണ്. കാരണം സ്കിൻ ഇറിറ്റേഷൻ ഇമ്മീഡിയറ്റ്ലി ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ പോലും പേഷ്യൻറ്റ് ഡെത്ത് അവിടെ സംഭവിക്കുന്നില്ല അല്ലേ. ഇൻസോംനിയയും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ പെട്ടെന്നൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ പേഷ്യൻറ്റ് ഡയറക്റ്റ്ലി ഒരു ഡെത്തോ വേഴ്സണിങ്ങോ ഒന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ പിങ്ക് ആൻഡ് ഫ്രോത്തി സ്പ്യൂട്ടം, പൾമനറി എഡിമ എന്നൊക്കെ പറയുന്നത് ഒരു ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻ ആണ്. അത് കോംപ്ലിക്കേഷനിലോട്ട് ലീഡ് ചെയ്യാം. അതുകൊണ്ട് ആദ്യം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് 4th ഓപ്ഷനാണ്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 4th വൺ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജി നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.